അൻവറിന് ജാമ്യം അനുവദിച്ചു. നിലമ്പൂർ DFO ഓഫീസ് തകർത്ത കേസിലാണ് ജാമ്യം. നിലമ്പൂർ 1ാം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അൻവറിന്റെ ഒതായിയിലെ വീട്ടിലെത്തിയാണ് ഇന്നലെ രാത്രി നിലമ്പൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. PV അൻവർ ഉൾപ്പെടെ 11ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. പുല്ലുപാറ KSRTC ബസ് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് KSRTCയുടെ അടിയന്തര സഹായം പ്രഖ്യാപിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ 5 ലക്ഷം രൂപ വീതം നൽകുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് KSRTC വഹിക്കും. തഞ്ചാവൂരിലേക്ക് തീർത്ഥാടന യാത്ര പോയ മാവേലിക്കര സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 4 പേർ മരിച്ചു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത ഏറ്റുപറഞ്ഞാണ് കത്ത്. MLA IC ബാലകൃഷ്ണന്റെയും വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും പേരുകൾ കത്തിലുണ്ട്. 4 മരണക്കുറിപ്പുകളാണ് NM വിജയൻ തയ്യാറാക്കിയത്. KPCC പ്രസിഡന്റിനും മൂത്ത മകനും പ്രത്യേകം കത്തുകളുണ്ട്. കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു NM വിജയൻ എന്ന് തെളിയിക്കുന്ന ആത്മഹത്യാക്കുറിപ്പാണ് കുടുംബം പുറത്തുവിട്ടത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി ഹൈക്കോടതി തള്ളി. പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിധിയിൽ വീണ്ടും അപ്പീൽ പോകുമെന്ന് ഭാര്യ മഞ്ജുഷ അറിയിച്ചു. സ്വതന്ത്രവും നീതിപൂർവമായ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രത്യേക CBI കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി പ്രതികൾ. 5 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികളാണ് അപ്പീൽ നൽകിയത്. CPI മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികളാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. രാജ്യത്ത് HMPV കേസുകൾ സ്ഥിരീകരിച്ചു. കർണാടകയിലും ഗുജറാത്തിലുമാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8ഉം 3ഉം മാസം പ്രായമായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗത്തിന്റെ ഉറവിടം വ്യക്തമല്ല. ഛത്തീസ്ഗഡിൽ റോഡ് പണിയിലെ തകരാർ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകനെ കൊന്നുതള്ളിയ റോഡ് കരാറുകാരൻ അറസ്റ്റിൽ. മുകേഷ് ചന്ദ്രക്കർ എന്ന മാധ്യമപ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് റോഡ് കോൺട്രാക്ടറായ സുരേഷ് ചന്ദ്രകറിനെ ഹൈദരാബാദിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകൻ ഗൗതം ഗംഭീറിനെ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ്. രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് വരെ ഇന്ത്യൻ ടീമിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ കേട്ടുകേഴ്വികളില്ലാത്ത കാര്യങ്ങളാണ് പിന്നീടുണ്ടായെന്നും ഗംഭീർ പറഞ്ഞു. പരമ്പര തോറ്റത് മാത്രമല്ല പ്രശ്നം, താരങ്ങൾക്കിടയിലും പ്രശ്നങ്ങളുണ്ടെന്നാണ് ഡ്രസ്സിംഗ് റൂം വിവാദം കാണിക്കുന്നത്. ഹോമല്ല, താരങ്ങളുടെ സീനിയോറിറ്റി മാത്രമാണ് നോക്കുന്നതെന്നും പ്രകടനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നും ഹർഭജൻ സിംഗ് പറഞ്ഞു.